എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്ന പേര് അവരുടെ ഒരു 7 അയലത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് കണ്ടകശാനിയാണ്. എന്തായാലും അത് നമുക്ക് ഇന്നത്തോടെ മനസ്സിലായി. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സെർജിയോ ലൊബേറ അദ്ദേഹത്തെ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കാൻ വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു കോച്ചിനെ സൈൻ ചെയ്യാത്ത എന്ന തരത്തിലുള്ള വാർത്തകളാണ് പറഞ്ഞു നൽകുന്നത്. അതുപോലെ തന്നെ അമേറണാവുടെയും ഒഡീഷ എഫ് സിയും സ്വന്തമാക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ കളിയോടെ അതൊക്കെ ബ്ലാസ്റ്റേഴ്സ് ചിലപ്പോൾ മാറ്റമുള്ള സാധ്യതകളുണ്ട്. ഇത് സെർജിയോ ലൊബേറ ഇന്ന് 4-2 എഫ് സി ഗോവയ്ക്കെതിരെ പരാജയപ്പെടുന്നത് ഇതിൻ്റെ ഒരു ടീം. സോ അതൊരു എന്താ പറയുക മോശം പരാജയം എന്ന് തന്നെ പറയാം. എല്ലാ മെമ്പേഴ്സും ഉണ്ടായിരുന്നു, എല്ലാ ടീമും സെറ്റായിരുന്നു, എന്നിട്ട് പോലും അവർ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമീറാണവിടെ അദ്ദേഹത്തെ സ്വന്തമാക്കുമെന്ന് കഴിഞ്ഞ 2 ദിവസം ആയതൊരു ന്യൂസ് വന്നിട്ട് ഇന്ന് അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കളിയാണ് സിത അദ്ദേഹം സെൽഫ് ഗോൾ അടിക്കും. സോ അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേര് 7 അയലത്ത് പറഞ്ഞു കേൾക്കാൻ പറ്റത്തില്ല. ആളുകൾ കണ്ടകശനിയാണ്. സോ എന്തായാലും നല്ല കോമഡി. അതായത് ഈ ഒരു മാച്ചിന് ശേഷം ഇനിയും ബ്ലാസ്റ്റേഴ്സ് എന്ന് തീരുമാനിക്കുന്നത് കണ്ടാനേ അറിയാം. എന്തായാലും അമീറാണയുടെ കാര്യത്തിൽ അദ്ദേഹം വരുമായിരിക്കും. ബട്ട് സെർജിയോ ലൊബേറ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീസൺ ചില കളികളിലൊക്കെ ഒരു ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ചില കളികളിലൊക്കെ ഭയങ്കര ഡിം പെർഫോമൻസുമാണ് സെർജിയോ കാഴ്ചവെച്ചിരിക്കുന്നത്. സോ എന്തായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ്സ് പറയുക. അടുത്ത വീട്ടിൽ കാണും. ഗുഡ് ബൈ.